ഹായ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് ഒരു റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും അതുപോലെ അധികം സ്പൈസസ് ഒന്നും ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ ഈ ഫ്രൈ തയ്യാറാക്കുന്നത്. വിത്തിൻ ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ഓയിലും തീരെ കുറവാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ചെയ്യണില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ചെറിയ ഉള്ളിയാണ്. പിന്നെ ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നോക്കാം ഇത് എങ്ങനെയാണെന്നല്ലേ. ആദ്യം ചൂടായ ചീനച്ചട്ടിയിലേക്ക് 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നമുക്കിതിന് യൂസ് ചെയ്യുന്നത് നല്ലത്, അതാകുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു 10 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. ഗ്രാമ്പൂ അതുപോലെ നന്നായി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 പട്ട കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ വറ്റൽമുളക് അതൊരു 15 എണ്ണം, അതിൻ്റെ ഉള്ളിലെ അരി എല്ലാം കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വറ്റൽമുളക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബോൺലെസ് ചിക്കൻ ആയിരിക്കണം കേട്ടോ. അതും 250 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. അതിന് നമ്മളിങ്ങനെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണത്. അതുപോലെ ഓയിലും കുറച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതുപോലെ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ഫ്രൈ ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം അല്ലേ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി നീളത്തിൽ കട്ട് ചെയ്ത ചെറിയുള്ളി 200 ഗ്രാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യരുത്. ചെറുതാക്കി കട്ട് ചെയ്യുമ്പോൾ നമ്മളിത് കൂടെ ഫ്രൈ ആകുമ്പോൾ, ഈ ചിക്കൻ്റെ കൂടെ ഫ്രൈ ആകുമ്പോൾ ചെറിയുള്ളി ഒരുപാട് മുരിഞ്ഞ് വരും. അപ്പോൾ അതല്ലാതെ ജസ്റ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഒരു 1-2 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഹാഫ് ആൻ അവർ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചീനച്ചട്ടി മൂടി വെച്ചിട്ടാണ് അത് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കറക്റ്റാണ്. എല്ലാ മുളകും അതുപോലെ ഉപ്പും എല്ലാം നല്ല കറക്റ്റാണ്. നമ്മൾ മുളകിൻ്റെ അരി കളഞ്ഞിട്ടാണ് ഇതിൽ ഇട്ട് കൊടുത്തത്. പക്ഷേ എരിവെല്ലാം നല്ല കറക്റ്റാണ്. അതുപോലെ എല്ലാ സ്പൈസസും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് തീർച്ചയായിട്ടും ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. അതുപോലെ അധികം സ്പൈസി അല്ലാത്ത കാരണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഒരു കാര്യം കൂടെ, എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.